ഈ സിനിമയിൽ മറ്റൊരു ഒരു ക്യാമിയോ അല്ലെങ്കിൽ മറ്റൊരു അപ്പിയറൻസ് ആയിട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ സർഫേസ് ചെയ്തിരുന്ന മറ്റൊരു പ്രചാരം എന്ന് പറയുന്നത് നിഖില വിമൽ ഈ സിനിമയിൽ ഒരു ഡാൻസ് നമ്പറിൽ വളരെ ഗ്ലാമറസ് ആയിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും? കാരണം നിഖിലയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുന്നുണ്ടോ? നിഖില വിമൽ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആക്ട്രസുകളിൽ ഒരാളാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ അടുത്ത സിനിമകളിൽ ശക്തമായ ചെറുതും വലുതുമായ വേഷങ്ങൾ നിഖില ചെയ്തിട്ടുണ്ട്. ആട് പോലൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു ആക്ട്രസ് ആയ നിഖില വിമലിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഐറ്റം ഡാൻസ് കളിപ്പിച്ചിട്ട് വിടും എന്ന് തോന്നുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് പോലും അറിഞ്ഞില്ല. അത് കുറുക്കി കൊള്ളുന്ന ഉത്തരം നിഖില തന്നെ തന്നിട്ടുണ്ട്. ഞാൻ പ്രസ് കോൺഫറൻസിൽ പറയാം. അപ്പൊ എന്തായാലും അതവിടെ നിക്കട്ടെ, ഞങ്ങൾ അത് പറയാം. എന്തായാലും ഉടനെ തന്നെ ട്രെയിലർ ലോഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസിനെ മീറ്റ് ചെയ്യുമല്ലോ, പറയാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചും കൂടെ അങ്ങോട്ട് പൊക്കോട്ടെ. മറ്റൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുള്ളത്, ആടിന്റെ ഏറ്റവും വലിയൊരു ഒരു പവർഫുൾ ഫാക്ടർ, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന തീം മ്യൂസിക്, ഇവിടത്തിന് ഓവറോൾ ഉള്ള ഹ്യൂമറസ് സ്വഭാവം നിലനിർത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ RR ബാക്കിങ്. പക്ഷെ ഈ അടുത്ത് അദ്ദേഹത്തെ 1-2 സിനിമകളിൽ നിന്ന് അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ലാസ്റ്റ് നിമിഷം ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കും, അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് മായുകയും വേറൊരു മ്യൂസിക് ഡയറക്ടർ അവിടേക്ക് വരികയും, ഗോപി സുന്ദർ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊബ്ബയുടെ സമയത്ത് ദിലീപ് ഏട്ടൻ വിളിച്ച് പറയാണ് ഒരു സിനിമയുണ്ട് രക്ഷിക്കണേടാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അദ്ദേഹം വരുന്നു എന്നൊക്കെ പറയാണ്. ഈ ഷാൻ റഹ്മാനുള്ള വിശ്വാസം ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ടോ? അതൊക്കെ ഓരോ സിനിമകളുടെ ഇതാണ്. അതിനെ കുറിച്ച് ഓരോ സിനിമയ്ക്കും ഓരോ എക്സ്പെക്ടേഷൻ, ക്രിയേറ്റീവ് ഡിഫറൻസുകൾ നമുക്ക് ഓരോ സിനിമയിലും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സിനിമകളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇതില് ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ, ഒറിജിനൽ തീമുകൾ ഇതിൽ ലോഡ് കൂടുതലാണ്. ഇതില് ലോഡ് എന്ന് പറയുന്നത് ഒരുപാട് ലോഡുണ്ട്. കാരണം പഴയ കാലം, പുതിയ കാലം, അങ്ങനത്തെ ലോഡ് കൂടുതലുണ്ട്. ഷാൻ റഹ്മാന് തന്നെ മ്യൂസിക് ഡയറക്ടറും ഷാനാണ്. ഈ പഴയ തീം ആണെങ്കിൽ ഇതെല്ലാം റീഡു ആണ്, പുതിയ ഇൻസ്ട്രുമെന്റേഷൻ, പുതിയ അത് BGMത്തിന്റെ ഭാഗമാണ്. സോ ലോഡ് കൂടുതലാണ്. അപ്പം നമ്മള് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന ഈ ഫ്രഷ് ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് ഡോൺ വിൻസെന്റ് ആണ് ചെയ്യുന്നത്. രണ്ടും പാരലലി ആണ് വർക്ക് നടക്കുന്നത്. രണ്ടും കൂടെ മെർജ് ആക്കുകയാണ്. അപ്പം രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്താണ്, ഫുൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു ലോഡ് നമ്മൾ വിചാരിക്കുന്നത് ഇത് വലുതാണ്. അപ്പം പാസ്റ്റിലും നമുക്ക് കുറെ മ്യൂസിക് തീമായിട്ട് വരുന്നുണ്ട്, പ്രസന്റിൽ വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്, സോങ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ടൈം ലൈൻസ് വെച്ചിട്ട് അത് ചിലപ്പം വർക്ക് ആയേക്കില്ല എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് ആദ്യമായിട്ടായിരിക്കും ആടിന്റെ ഫ്രാഞ്ചൈസിൽ രണ്ടുപേരും മ്യൂസിക് ഡയറക്ടർ ആൻഡ് ഒറിജിനൽ തീം ഷാൻ തന്നെയാണ്. മ്യൂസിക് ഡയറക്ടറിന്റെ ഒറിജിനൽ തീം സോങ്സും എല്ലാം ഷാൻ തന്നെയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിഥുനായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ട് എന്റെ ഇത് പറയാനായിട്ട്. when you interview Midhun, you can ask him. But രണ്ടും കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. If you look at the designation also, you can see music director and original themes belongs to Shan, and he is doing that. And background score comes with Don Vincent. പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ലോകയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട്. ലോകയുടെ ക്രെഡിറ്റ് അതിന്റെ ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിന് അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയായ കാര്യമേ അല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിമൻ സെൻട്രിക് സിനിമകൾ എന്നും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, വൈശാലി സംഭവിച്ചിട്ടുണ്ട് എന്നും. ഞാൻ തന്നെ ജൂൺ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഞങ്ങളാണ് ഏത് രീതിയിൽ പറഞ്ഞാൽ അതിന് നമുക്ക് കീറി മുറിച്ച് അതിനെ വ്യാഖ്യാനിപ്പിക്കാം. ആ സ്പേസ് അല്ല ഉദ്ദേശിച്ചത്, ഈ സ്പേസ് ആണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആ ഒരു ചർച്ച, അങ്ങനെ ഒന്നുമല്ല. ലെറ്റ് us നോട്ട് അത് വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകളും സ്ത്രീ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള സിനിമകളും ഇവിടെ കാലാകാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ആ ഓരോ കാലത്തിനും
അനുയോജ്യമായ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ആ കാലത്ത് നല്ല ബഡ്ജറ്റുള്ള സിനിമയാണത് അല്ലേ. അപ്പം കാലം മാറുമ്പോൾ ഇപ്പൊ വേഫയർ പോലൊരു പ്രൊഡക്ഷൻ ഹൗസിന് അത് എടുക്കാനുള്ള ധൈര്യം വരുന്നു അല്ലേ. ആ ധൈര്യം എന്ന് പറയുന്നത് അതൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൽ ദുൽഖർ സൽമാൻ എന്ന സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിൽ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ യങ് സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞു വരുന്നു അല്ലെ. അപ്പം അങ്ങനെ പ്ലേസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അതിന്റെ അതിന്റെ വിജയം എന്ന് പറയുന്നത് വേഫെയർ ടീമിനും ദുൽഖർ സൽമാൻ അത് സെലക്ട് ചെയ്ത ദുൽഖറിനും അതിന് ട്രസ്റ്റ് ചെയ്ത വേഫെയർ ടീമിനും അതിന്റെ ഡയറക്ടറായ അരുൺ ഡൊമിനിക്കിനും മാത്രമുള്ളതാണ്. ഞാൻ ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം അതിന്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ ഹാവ് ടു ഈ ക്യാമിയോസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോസ് നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടി ഐ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദീസ് പീപ്പിൾ. സോ അത് എന്ത് ഈസി ആവുകയാണ്. ദുൽഖറിനെ പോലുള്ള സ്റ്റാർ അത് കൺവിൻസ് ആയതുകൊണ്ട് ബാക്ക്വേർഡ്സ് വന്നു. സോ ബാക്ക്വേർഡ്സ് വരുമ്പോൾ സോ അതാണ് ലോക്കയുടെ ധൈര്യവും റീസണും ആൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൻ സെൻട്രിക് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അത് അങ്ങനെ തന്നെയായിരുന്നു സിനിമ. അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എന്നും നല്ല സിനിമകൾ, വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ ചില ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു മെയിൽ സെൻട്രിക് എന്നുള്ള ഒരു സിനിമയില് കേന്ദ്ര കഥാപാത്രം ഒരു മെയിലാണെങ്കിൽ ശക്തമായ സ്ത്രീ കഥാപാത്രം ഇല്ലാതെ ആ സിനിമ വിജയിച്ചിട്ടുണ്ടോ? എത്രയോ സിനിമകളില് ഇപ്പം ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ രേവതി ചേച്ചി ഇല്ലെങ്കിൽ എന്ത് ദേവാസുരം അല്ലേ, ശക്തമായ സ്ത്രീ കഥാപാത്രം അല്ലേ. ആറാം തമ്പുരാനില് അല്ലെങ്കിൽ ഇപ്പൊ കന്മദത്തില് അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ എടുത്തു നോക്കും അല്ലേ. അപ്പം അതൊരു കോമ്പിനേഷനാണ്. ചിലതിൽ വിമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, അതിന് മെയിൽ ക്യാരക്ടേഴ്സിന്റെ മെയിൽ സപ്പോർട്ട് ഉണ്ടാവും, ചിലതിൽ മെയിൽ സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ എന്നും അത് ബാലൻസ് ചെയ്യപ്പെട്ട് തന്നെയാണ് സിനിമയിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതിലൊരു ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് ചിലവരിങ്ങനെ ഫ്രാങ്ക് ആയി ചോദിച്ചോട്ടെ, വളരെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു റിമാക്ക്. അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ എത്ര രസമായിട്ടുള്ള സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 22FK നിങ്ങളുടെ ആ സീൻസിനൊക്കെ എന്തുമാത്രം ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ. നിങ്ങൾ നായകനും നായികയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ മാറിപ്പോയില്ലേ? ഇപ്പോ പല ഇക്വേഷനും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടില്ലേ? പല ഇക്വേഷൻസും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ബന്ധങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളത് വളരെ റെയർ ആയിട്ടാണുള്ളത്. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത്. കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു വൺ ഫ്രൈഡേ ക്യാൻ ചേഞ്ച് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് ഓൾസോ. നോ റിഗ്രറ്റ്സ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഇൻ മൈ ലൈഫ്. വെരി ഹാപ്പി. ഇനിയും ഇതേപോലെ തന്നെ വീണ്ടും നമുക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും.